തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിട്ടും വോട്ട് ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് മുളന്തുരുത്തിലെ ബദലഹീം വയോജന പരിപാലന കേന്ദ്രത്തിലെ കിടപ്പ് രോഗികൾ. പോളിംഗ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥർ താമസ സ്ഥലത്തെത്തി വോട്ട് ചെയ്യിക്കണമെന്നാണ് അവരുടെ ആവശ്യം. 80 വയസ്സ് പിന്നിട്ടവർക്ക് ഇത്തരം സഹായം ലഭിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. നോക്കാം നമുക്ക് ആ വാർത്തയിലേക്ക്. ആശുപത്രികളിലും വഴിയോരങ്ങളിലും ഉറ്റവരില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട രോഗികളായ ആളുകളെ പരിപാലിക്കുന്ന മുളന്തുരുത്തിയിലെ ബദ്ലേഹം വയോജന പരിപാലന കേന്ദ്രത്തിലെ 46 പേർക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഇടപെട്ടാണ് ഇത്തവണ വോട്ടവകാശം ലഭിച്ചത്. ഇതിൽ ഭൂരിഭാഗം പേരും കിടപ്പ് രോഗികളും സ്വയം പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യാൻ പ്രയാസം നേരിടുന്നവരുമാണ്. അപേക്ഷ നൽകിയാൽ 80 വയസ്സ് പിന്നിട്ടവരായ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർ താമസ സ്ഥലത്ത് നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്തും. എന്നാൽ ബദ്ലേഹം വയോജന കേന്ദ്രത്തിലെ ഇത്തവണ വോട്ട് ലഭിച്ച കിടപ്പ് രോഗികളിൽ ഭൂരിഭാഗവും 80 വയസ്സിൽ താഴെയുള്ളവരാണ്. ഭിന്നശേഷിക്കാരെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഇനി വോട്ട് ചെയ്യാനാകൂ. സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയെന്നാൽ അതും എളുപ്പമല്ല. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു പുതിയ ഉത്തരവ് വന്നതായിട്ട് അറിയുന്നു. നമുക്കതൊരു വലിയ പ്രതിസന്ധിയാണ്. കാരണം ഇവിടെ കിടപ്പ് രോഗികളാണ് കൂടുതൽ. പലതരം രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരും ഒറ്റപ്പെട്ടു പോയവരും ആണ്. പല കാരണങ്ങൾ കൊണ്ട് തിരസ്കരിക്കപ്പെട്ടവരാണ്. ഇനി ഈ ഒരു മേഖലയിൽ ഒരു വോട്ട് ചെയ്യേണ്ട അവകാശം വരും. അവിടെ ഒരു തിരസ്കരണം അവർക്കുണ്ടായിക്കൂടാ. അതുകൊണ്ടാണ് അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. പോളിംഗ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാൽ ഇവർക്ക് വോട്ട് ചെയ്യാം. പക്ഷേ കിടപ്പ് രോഗികളായതിനാൽ ഇത്രയും പേരെ നേരിട്ടെത്തിക്കുന്നത് പ്രായോഗികമല്ല. ജീവിതത്തിന്റെ ഭൂരിഭാഗവും മേൽവിലാസം പോലും ഇല്ലാതെ കഴിഞ്ഞ ഈ മനുഷ്യർക്ക് ഇപ്പോൾ ലഭിച്ച സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഇളവുകൾ ലഭിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. 24 കൊച്ചി.